ഉപ്പാക്കും ഉമ്മാക്കും ചൈനീസ് ഫുഡ് മാത്രം മതിയെന്ന് എന്ന് പറഞ്ഞപ്പോ അവരുടെ അടുത്ത് കണ്ട് ഞാനൊരു ലാൻജലാമിന്റെ ഷോപ്പിലേക്ക് വന്നത്. ഞാനെത്തുന്നതിന്റെ മുന്നേ തന്നെ പൂജിയും അഫ്രീദും എല്ലാവരും കൂടെ അവരെ കൂട്ടി കണ്ട് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഇടയിൽ അവിടുത്തെ കുട്ടി മുതലാളിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചെക്ക ഓനക്ക് പറ്റുന്ന രീതിയിലെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലായില്ലാണ്ടായപ്പോ ഓനോ അവന്റെ ഉമ്മനെ വിളിച്ച് കണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർഡർ എടുത്ത് സക്സസ് ആക്കി. ഓർഡർ സക്സസ് ആയി കണ്ടപ്പോ നേരെ ഫോണുമ്മക്ക് ഇരുന്നു ഉമ്മനെ നേരെ കിച്ചണിക്ക് വിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. എല്ലാവരും സെറ്റ് ആയ പിന്നെ ഞാൻ മുതലാളി നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല മെന്റാലിറ്റിയിൽ ഇരുന്നു. ഞാൻ നോക്കിയപ്പോ നമ്മൾ നോക്കിക്കാണ്ട് ചെറിയൊരു ചിരിയൊക്കെ ചെയ്തു. വർത്താനത്തിന്റെ ഇടയിൽ നമ്മൾ ഓർഡർ ചെയ്ത നമ്മളെ മെയിൻ ഐറ്റം പറഞ്ഞു. ഇതാണ് ചൈനയിലെ ഞങ്ങളെ താപഞ്ചി. ഇത് വന്ന പാടപ്പ നേരെ ചോപ്പ് സ്റ്റിക്ക് എടുത്തുകൊണ്ട് ഞാനും ചൈനക്കാരന്മാരും ട്രൈ ആയിട്ട് ഇറങ്ങാണ്ട് അത് നോക്കണം. നമ്മളെ ഗേഗ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഷോവാനും തന്നു, അതിന്റെ കൂടെ ഒരു സ്പൂണും തന്നു. കാരണം ഗേഗക്ക് മനസ്സിലാക്കണം ചോപ്പ് സ്റ്റിക്ക് കൊണ്ടില്ല പരിപാടി നടക്കൂല എന്നുള്ളത്. എന്നാലും ഒരു പൊടിക്ക് വിട്ട് കൊടുക്കൂല ഇറങ്ങാണ്ട് ഇപ്പൊ പറ്റുന്ന രീതിയിലൊക്കെ ചോപ്പ് സ്റ്റിക്കുമ്പോ ചിക്കൻ എടുത്ത് കഴിക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് കിട്ടിയ ഷോവാനിലേക്ക് കുറച്ച് മീഫാനും താപഞ്ചും ഒക്കെ പാടെ മിക്സ് ആക്കി കണ്ട് നാട്ടിലൊരു സെറ്റപ്പ് ആക്കി എടുത്തു. ആൻജോലാമിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് താപഞ്ചി. ചൈനയിൽ ആര് വരാനുണ്ടെങ്കിലും താപഞ്ചി മസ്റ്റ് ട്രൈ ആണെന്നേ ഞാൻ പറയുള്ളൂ. ചിക്കൻ ഉണ്ടാവും, പൊട്ടറ്റോ ഉണ്ടാവും, ക്യാപ്സിക്കം ഉണ്ടാവും, മഷ്റൂം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കുറച്ച് സംഭവങ്ങൾ കൂടി കണ്ടുള്ള ഒരു മിക്സ് ആയി കണ്ടുള്ള ഒരു ഗ്രേവിയാണ്. ഇതിന്റെ ഇടയിൽ നിങ്ങൾ മാത്രം ഫുഡ് കഴിച്ചാൽ പോരാ ഞാനും കഴിക്കാണെന്നൊക്കെ പറഞ്ഞാണ്ട് എനിക്ക് ലൈക്കൊക്കെ ഇട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ആൾക്ക് വീണ്ടും ഒരു നാണൊക്കെ വന്ന് കൂടുതലായിട്ട് നമ്മൾ ഓൻ ഇടങ്ങാറാക്കണല്ലേ. അപ്പൊ ചൈനയിലെ ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാൻ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ ബൈ.